ഗജാനനം ഭൂതഗണാദി സേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂകൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഭാഗവതം നന്നായി മനസ്സിലാക്കാനുള്ള കൃപ എല്ലാം ഈശ്വരൻ തരണേന്ന് പ്രാർത്ഥിക്കുക. ഗീതാ നായർ ഇന്ന് എന്നെ ഗീതാ നായർ വിളിച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ ഇത് നാളത്തേക്കാണ് ഭാഗവതം ഇടുന്നത്. അപ്പോൾ ഇന്ന് ഈ വായിച്ചുകൊണ്ട് കേൾക്കുന്നത് തലേന്നാണ് വിചാരിക്കുന്നത്. ഞാനിതിപ്പം തലേന്നാണ് എടുക്കുന്നത് രാത്രി. അത് ഗുജറാത്തിൽ നിന്നാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിൻ്റെ നമ്പർ ഇപ്പം കിട്ടി. അതിനു മുമ്പ് വേറൊരു നമ്പർ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സിമ്മ് മാറിയതായിരുന്നു. എപ്പോഴാണ് കിട്ടിയത്? അല്ല, ഗീത നായർ അതിനു പിന്നെ വിളിച്ചിട്ടുണ്ട്. വേറെ ഒരു കൊച്ചാ ഇന്ന് കിട്ടിയത്. നിർമ്മല, പുതിയൊരു നിർമ്മല. ജയാനിൽ നല്ല കാര്യം മക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഈശ്വരന് ഇഷ്ടം. അപ്പം നമ്മുടെ കാര്യം മുറ പോലെ ഭഗവാൻ നോക്കിക്കൊള്ളും. എന്തായാലും അത് നല്ലൊരു കാര്യം മക്കളങ്ങനെ. സന്തോഷം. ഓമന മുരളീധരൻ, സന്തോഷം മക്കളെ. നിർമ്മല പവിത്രൻ, അതും ഇതുപോലെ നല്ല മനസ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കുന്ന ആൾക്കും അതേ ക്വാളിറ്റി വേണ്ടായോ. അപ്പം ഒരാളിനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കും ഏകദേശം അത്രയൊക്കെ ഒരു ജ്ഞാനം വേണം. എന്തായാലും അത് സന്തോഷം. ബിജു, സന്തോഷം മക്കളെ. നിർമ്മല രമേഷ്, സന്തോഷം. എല്ലാവരും എനിക്ക് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എല്ലാവരും ഞാൻ ഭഗവാൻ അർപ്രസന്ന, അതുപോലെ തന്നെയാണ്. സന്തോഷം. സുലോചന അഖിൽ, അത് പ്രയാസമൊക്കെ വിഷമമൊക്കെ മാറി തുടങ്ങിയോ അതോ ഇപ്പോഴും വിഷമമാണോ? രുക്മിണി മോഹൻ, സന്തോഷം മക്കളെ. KS സുരേഷ് കുമാർ, എല്ലാവർക്കും സുരേഷ് കുമാറിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നിങ്ങളുടെ കമൻസ് എല്ലാം ദക്ഷിണ പോലെ സ്വീകരിക്കുക. കാരണം നമ്മളൊരു കർമ്മം ചെയ്യുമ്പം ദക്ഷിണയോടുകൂടി കർമ്മം. അപ്പോൾ ഓരോ മക്കളും ഇത് വായിച്ചും എൻ്റെ അറിവിനൊത്തേക്ക് തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഇത് ഭഗവാനാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു വാക്ക് ആ ഒരു കമൻസിൽ കൂടാണ് ഭഗവാൻ അത് കൊടുക്കേണ്ടത്. അതാണ് അർച്ചന. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് ഓരോ ദിവസങ്ങളിൽ ഒന്നും മനസ്സിൽ തോന്നില്ലേ ഭഗവാനെ ഹരേ കൃഷ്ണ എന്ന് മാത്രം മതി. അതുമല്ല അനുഭവങ്ങൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും കാര്യസാധ്യങ്ങളോ കൊണ്ട് അത് ഇപ്പം തന്നെ ജയാനിൽ പറഞ്ഞിട്ട് അല്ലേ, അമ്മയെ പ്രാർത്ഥിച്ച് കൂട്ടുകാരിക്ക് വേണ്ടി ഒരു ഭവനം മേടിക്കാൻ അത് അവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കാൻ പറ്റി. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള അനുഭവങ്ങളോ ഈ പ്രാർത്ഥന കൂടി സമാധാനം ശാന്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന അറിവനുസരിച്ച് കമൻസ് ചെയ്യുമ്പോൾ ഞാനത് ഭഗവാനിൽ അർപ്പിക്കും. ഇല്ലെങ്കിൽ എന്ത് പറയും? ഭഗവാൻ ചിന്തിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഭഗവാൻ എന്നെ കൊണ്ടൊരു ദാസിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. ഇത് കേട്ട് ഒരു നായും ദായും കൂടെ നന്ദി വാക്ക് കൊടുത്തില്ലല്ലോ എന്ന് ഭഗവാൻ ചിന്തിക്കത്തില്ലേ? അപ്പം നമുക്ക് ഭഗവാന് കൊടുക്കാനുള്ളത് എന്താണ്? ഇങ്ങനെ ഇതൊക്കെ അർച്ചനകളായിട്ട് ഇടുക, അത്രയേ ഉള്ളൂ. ഭഗവാനെ ഹരേ രാമ ഹരേ കൃഷ്ണ, അതൊക്കെ ഭഗവാൻ നല്ലത്.
അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഭഗവാനെ കൃഷ്ണ എന്നിലും മതി. അത് ഇടുന്നത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഭക്തിപരമായ കാര്യങ്ങളല്ലേ. അപ്പോൾ ഭക്തിപരമായി തന്നെ അത് ഞാനങ്ങ് കേട്ടെങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെയും പെട്ടെന്ന് അടുത്ത കാര്യം നോക്കാം എന്ന് പറഞ്ഞ് കളഞ്ഞു പോകുമല്ല. ആ പ്രാർത്ഥനയിൽ അതെന്താ പറയുന്നത് അത് മുഴുകി അത് കേട്ട് ശ്രദ്ധിച്ചിരിക്കുമ്പം ഒരു നല്ലൊരു ഒരു ലൈക്കോ ഒരു കമൻസോ ഒക്കെ ചെയ്യുന്നത് ഭഗവാന് കൊടുക്കുന്നതാണ്. നമ്മളായിട്ട് ചെയ്യുന്നത് അതൊക്കെയാണ്. ഭഗവാൻ മറ്റൊന്നും വേണ്ട. നമ്മുടെ സ്നേഹം, ആ സ്നേഹം അറിയിക്കുന്നത് ഒരു വാക്കിൽ കൂടെയാണല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. നമുക്ക് അതിൻ്റെതായ നന്മ ഈശ്വരൻ തരും. അതുകൊണ്ട് പറഞ്ഞതാ. നമ്മുടെ കർമ്മം നല്ലതായിട്ട് ചെയ്തെങ്കിലല്ലേ നമുക്കും ഭഗവാന്റെ കൃപ വരത്തുള്ളൂ. അല്ല ചുമ്മാ നമ്മൾ എല്ലാവരും കൃപ കൊടുക്കണേ ഭഗവാനെ എന്ന് പറയുമ്പം ഭഗവാന്റെ മനസ്സിനൊരു എന്തായാലും പരമാത്മാവിന് ആരും പറഞ്ഞക്കല്ല അത്രമാത്രം അത്ഭുതങ്ങളാണ് ഇപ്പം ലോകത്ത് നടക്കുന്നത്. ഇപ്പം കലികാലം അവസാനിക്കാൻ പോയോണ്ടാണ് ഒരുപാട് പേർക്ക് നല്ല നല്ല ദർശനങ്ങളും പല പല അത്ഭുതങ്ങളും നടക്കുന്നു. നമ്മളതെല്ലാം ഇപ്പം ഈ യൂട്യൂബിൽ കൂടെ പലതും നമ്മൾ കാണുന്ന അറിയുന്നു. പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. അതും രഹസ്യമായിട്ട് വല്ല മഹർഷിമാർക്കൊക്കെ ഉള്ളായിരുന്നു ഈ അത്ഭുതങ്ങളൊക്കെ. ഇപ്പം ഓരോ സ്ത്രീകൾക്കാണ് കൂടുതൽ ഭക്തി. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് നല്ല നല്ല ഭഗവാന്റെ കരുണ, ആ കൃപ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന അത്ഭുതങ്ങളും എല്ലാം ഉണ്ട്. എന്താ പ്രാർത്ഥനയും ഭക്തി. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാനിൽ ഭക്തിയും നന്ദി അർപ്പിക്കണം. അന്നന്ന് കിടക്കാൻ നേരത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾ അപരാധങ്ങളെല്ലാം പൊറുക്കണമേ ഭഗവാൻ, ഇതെല്ലാം ഞങ്ങൾക്ക് ആഹാരവും അതും ഇതെല്ലാം തന്നു രക്ഷിച്ചു ഭഗവാനെ നന്ദി എന്നെല്ലാം നമ്മൾ കൊടുക്കണ്ടേ കിടക്കുമ്പോൾ അന്നെന്നുള്ള. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ബാക്കി കീർത്തനം ചൊല്ലാം. നമ്മൾ കഴിഞ്ഞ നാമം 8ാമത്തെ ഖണ്ഡിക, അതായത് സർപ്പം തക്ഷകൻ നൃപനെ ദംശിച്ചെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇഷ്ടക്കേടും ഉണ്ടായില്ല. അദ്ദേഹം അതിൽ നിന്ന് ഒരു വിഷമവും ഉണ്ടായില്ല. എന്താ ധ്യാനത്തിൽ മുഴുകിയിരുന്ന് മോക്ഷത്തിലേക്ക് പോയി. അതാണ് നമ്മൾ വായിച്ചത്. കേട്ടെന്നരാധി ഇവണ്ണം രമേശ കഥ പെട്ടെന്ന് ഉറച്ച് ഭഗവത് രൂപം ഉള്ളിലായി. അപ്പം കഷ്ടം കടിച്ചു മുനിയുടെ വാക്യം കൊണ്ട്, മുനിയുടെ ശാപം കൊണ്ട് ആ തക്ഷകൻ കടിച്ചു. പക്ഷേ നൃപന് എന്തെങ്കിലും വിഷമങ്ങൾ വന്നോ? ഒരു അഹിതവും വന്നില്ല. അദ്ദേഹത്തിന് സാധാരണ എല്ലാവരെയും കണക്കല്ലാത്ത മോക്ഷത്തിലേക്ക്, അത്ര ആനന്ദത്തിലേക്ക് അദ്ദേഹം കടന്നുപോയി. അതാ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ ഏത് ആപത്തിലും നമുക്ക് നന്മ ഈശ്വരൻ ആ സമയത്ത് കണ്ടെത്തി തരും. അതൊക്കെ നല്ല പാഠങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് വിഷമങ്ങൾ. ഇത് ഒന്നും ആർക്കും അറിയത്തില്ല. നമുക്ക് എൻ്റെ ബാക്കി വായിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ കൈവല്യമായ അളവ് വന്നരാധിപനു ദിവ്യം പെരുമ്പറ മുഴങ്ങി ഗംഭീരരവം ഈ വണ്ണമില്ലൊരുവനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരി നാരായണായ നമ. അപ്പം എന്താ പറഞ്ഞത്? അങ്ങനെ അദ്ദേഹം ഒരു അഹിതവും അദ്ദേഹം സംഭവിച്ചില്ല. ഈ തക്ഷകൻ ദംശിച്ചത് തൊട്ട് അത് അങ്ങനെ ആ സമയത്ത് രാജാവിന് മോക്ഷം സിദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ശരീരത്തിൻ്റെ ദുഃഖങ്ങൾ വല്ലതും അറിഞ്ഞു? ഇല്ല. ദേവന്മാരെന്ത് ചെയ്തു? പെരുമ്പറ മുഴക്കി. അത്രമാത്രം ആനന്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ മോക്ഷം. ഇങ്ങനെ മറ്റാരുമില്ല എന്ന് പരീക്ഷത്തിനെ പുകഴ്ത്തിക്കൊണ്ട് മഹർഷിമാർ അവിടെ നിന്ന് പോയി. വേറെ ആർക്കും ഇത്രയും 7 ദിവസം കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്നതാണോ ഇത്ര ഒരു മോക്ഷത്തിലേക്ക് കടന്നു പോകുന്നത്? അപ്പോൾ മഹർഷിമാരെല്ലാം നന്നായി പുകഴ്ത്തി. ഇങ്ങനത്തെ ഒരു പരീക്ഷത്തിനെ പോലെ ആരും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ മഹർഷിമാരെല്ലാം പുകഴ്ത്തി. കൊണ്ടാടുവോർക്കും ഇത് കേൾക്കുന്നവർക്കും നമ്മളെപ്പോലെ നമുക്കിതൊക്കെ മനസ്സിലാക്കണ്ടേ? നമുക്ക് കേൾക്കണം, നമ്മളിതുപോലെ ആകണം. കൊണ്ടാടുവോർക്കും ഇത് കേൾക്കുന്നവർക്കും ഉടനുണ്ടായി വരും ഗതി പരീക്ഷത്തിനെന്ന വിധം. പരീക്ഷത്തിനെ പോലെ നമുക്കിതുണ്ടാവണം. പണ്ടേ മഹാമുനി ചമച്ചു പുരാണം അതുകൊണ്ടെന്നതോർക്ക ഹരി നാരായണായ നമ. ഇത് മഹാമുനി ചമച്ചു വെച്ചൊക്കെ നമുക്ക് വേണ്ടിയാണ്. നമ്മൾ പാഴിക്കളയുമല്ലേ സമയം? നമ്മളിത് അറിയാതെ പോവുകയല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട ഒരു മഹാമുനി, വേദവ്യാസ മഹാമുനി ഇത്രയും ഇവിടെ രചിച്ച് വെച്ചിട്ട് ഇത് ഒന്നും അറിയാതെ നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം വെറുതെ പാഴ്വേലയായി പോകും. നമ്മൾ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയാൽ നമ്മൾ എന്ത് വേണം? ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ അതിനായിട്ട് തുനിഞ്ഞിറങ്ങണം. അങ്ങനെ പോകണം, നമ്മൾ അതിലേക്ക് കടന്നു പോകണം. അല്ലാതെ ഈ ലോക ജീവിതത്തിൽ മൃഗങ്ങളെപ്പോലെ അല്ല പോകേണ്ടത്.
അപ്പോൾ കൊണ്ടാട് ഓർക്കും ഇത് കേൾക്കുന്നത് കൊണ്ട് ഗതി പരീക്ഷത്തിനെ പോലെ നമ്മളും ആകണം. ശ്രീ പരീക്ഷത്ത് ശ്രവണം ചെയ്ത അപ്പോൾ അല്ല ഇദ്ദേഹം എങ്ങനെയാ ഒന്നും നമ്മൾ ഇങ്ങനെ കീർത്തനങ്ങളൊന്നും ആലോചിച്ചില്ല. 7 ദിവസം കൊണ്ടാണ് കിട്ടിയത്. അവിടെ എന്താ ധ്യാനത്തിലിരുന്ന് മഹർഷിമാർ പറഞ്ഞെല്ലാം കേട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന ഇതുപോലെ നമ്മൾ പറയുന്ന കേൾക്കണം. നമ്മൾ ഉടനീളം വായിച്ച് അതിനെ ഒക്കുന്ന കണക്കൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കി വലിയ അറിവൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ മതി. എന്നാലും അത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം കേട്ട് ഇത് അദ്ദേഹം അങ്ങനെ ചെയ്തു. പരീക്ഷത്ത് ശ്രവണം ചെയ്ത് മനസ്സിൽ കേട്ട് ചെവി കൊണ്ട് കേട്ട് അങ്ങനെയാണ് സായുജ്യം അടഞ്ഞ്. ഈ ഭഗവത് കഥകൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സൽഗതി ഉണ്ടാകും. ഇത് ഇപ്പം ഞാനൊരു ഉദാഹരണം, ഞാനിത് പറഞ്ഞാൽ എനിക്കും സൽഗതിയുണ്ട്, ഇത് കേൾക്കുന്ന മക്കൾക്കും ഇതുപോലെ വരും. 2 പേർക്കും ഒരുപോലെ. കേൾക്കുന്നവർക്കാണ് കൂടുതൽ കിട്ടുന്നത്. കാരണം പറയുന്നവർക്ക് ചിലപ്പോൾ അതൊന്ന് കേട്ട് ശ്രദ്ധിച്ചും ചിന്ത അതിലേക്ക് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിലൂടെ അങ്ങ് ശ്രദ്ധ വരും. എന്നാലും ഇത് നിത്യതൊഴിലായി വരുമ്പോൾ പിന്നെ ഇതൊക്കെ അത് മാത്രമല്ല, നമ്മൾ ഒരുവിധം ഇതൊക്കെ ആയിട്ടാണല്ലോ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഭാഗവതം പഠിച്ചില്ലെങ്കിലും ഇതായി തീർന്നതാണ്. ഒരു യഥാർത്ഥമായ ഒരു എന്താ പറയുക, ഇത് വെറുതെ പഠിച്ചു പറയുന്ന കണക്കല്ല. ഞാൻ സത്യത്തിൽ ഇത് ഭാഗവതം പഠിക്കാതെ തന്നെ ഇത് ഞാൻ പ്രവൃത്തിയിൽ കുട്ടിക്കാലം തൊട്ടേ 40 വയസ്സായപ്പോഴേ ഇതെല്ലാം കഴിഞ്ഞുകൂടി. അങ്ങനെ ഇത്രയും നാൾ വീണ്ടും ഇതിൽ തന്നെ ലയിച്ച് ഇരുന്ന്. അതുകൊണ്ട് ഇപ്പോഴെനിക്ക് സാഹചര്യം കിട്ടിയതുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ ഉണ്ടായത്. ഭാഗവതം ഉടനീളം വായിച്ച് പഠിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അനുഭവം വെച്ച് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എനിക്കിതിലേക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഞാനിത് അവിടെ കഴിഞ്ഞ് വന്നതാണ് കുട്ടിനാൾ തൊട്ടേ. പക്ഷെ അപ്പം ഇവിടെ കേൾക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം ഇത് ലയിക്കാം. അതുകൊണ്ട് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ സൽഗതി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് മഹാമുനിയായ വ്യാസൻ ഭാഗവത പുരാണം നിർമ്മിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ഇത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. നമുക്ക് ഉള്ള ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒന്ന് തന്നേക്കുന്നത് നമ്മൾ കൈകാര്യം ചെയ്യാതെ പോയാൽ എന്ത് നഷ്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. കോർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇതിന് സമമില്ലൊന്നുമെന്നറിയ. തീർത്ഥങ്ങൾ കൊണ്ട് ഒഴിയാതുള്ള പാപം അതു തീർത്തിടുമെന്നറിയ. നാരായണായ നമ. അപ്പോൾ ഇത് എന്ത് പാപം, അതായത് ഭാഗവത പുരാണം സുഭാഷിതങ്ങളായ മുത്തുകൾ കോർത്തിണക്കിയതാണ്. ഇത് നല്ല നല്ല ഭാഷിതം. അത്രത്തോളം ഭഗവാന്റെ നല്ല ഉത്തമമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന കേൾക്കുമ്പോൾ മോക്ഷം വരുന്ന അതേപോലെ സുഭാഷിതം എന്ന് പറയുന്നത് അതാണ്. നല്ല ഭാഷിതം, നല്ല സംസാരം. ഈ പുരാണം ഇത് മുത്തുകൾ കോർത്തിണക്കിയതാണ്. ഇതിന് തുല്യമായി വേറൊന്നും തന്നെ ഇല്ല. പുണ്യതീർത്ഥങ്ങൾ കൊണ്ട് നശിക്കാത്ത, അതായത് നമ്മൾ എവിടെയൊക്കെ പോയി കുളിച്ച് തൊഴുതാലോ എന്തെല്ലാമൊക്കെ ചെയ്താലോ നശിക്കാത്ത പാപങ്ങൾ നമുക്കുണ്ടെങ്കിലും അപ്പം എന്തുവരും? അങ്ങനെയുള്ള പാപത്തെ പോലും ഈ ഭാഗവതമാകുന്ന ഈ പുരാണം ഇത് കേൾക്കുമ്പോൾ അതെല്ലാ പാപവും നശിക്കും. അതാണ് ഔഷധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തുല്യമായി വേറെ ഒന്നും തന്നെ ഇല്ല. പുണ്യതീർത്ഥം നമ്മൾ എവിടെല്ലാം കുളിച്ചുവിടാൻ പോയാലും നമ്മുടെ വിഷമമൊക്കെ കൊണ്ട് ഇതൊക്കെ മാറട്ടെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചും ദുരിതത്തിൽ കിടക്കണം, ഇന്ന അമ്പലത്തിൽ പോയി തൊഴുക. പക്ഷെ അതിലൊന്നും കേൾക്കത്തില്ല. ഇതുപോലെ ഇത്രയും ഭാഗത്തിൽ ഇതിനകത്ത് കിടക്കുന്നത് പോലൊരു ഔഷധം ഒന്നുമില്ല. അത്രയ്ക്ക് നല്ല സുഭാഷിതമാണിത്. അതുകൊണ്ട് നമുക്കിത് വേണം. പാപത്തെ നശിപ്പിക്കാനുള്ള പുണ്യമാണിത്. ഇത് നമുക്ക് കേൾക്കുന്തോറും നമുക്ക് സൽഗതി ഉണ്ടാകും. കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്ര നഹി. വേദാന്തസാരം അത് കേൾപ്പുണ്ടു ഭാഗവതം. വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞു പുനരേതച്ചകാരകില. നാരായണായ നമ. അതായത് ഇദ്ദേഹം മനസ്സിൽ ഭാഗവത ശ്രവണം കൊണ്ടുണ്ടാകുന്നതോളം ആനന്ദം മറ്റൊന്നുകൊണ്ടും ലഭിക്കുന്നതല്ല. അത് വേദാന്തത്തിൻ്റെ സാരമാണിത്. വേദം അതിൻ്റെ സാരമാണിത്. വേദവ്യാസന് മറ്റൊന്നുകൊണ്ടും സന്തോഷം ലഭിച്ചില്ല. വേറെ പല ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോഴാണ്, സന്തോഷം ലഭിക്കാതെ വന്നതുകൊണ്ടാണ് ഈ ഭാഗവതം നിർമ്മിച്ചത്. വേറെ പല ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും അദ്ദേഹത്തിന് മനസ്സിനൊരു സുഖം തോന്നിയില്ല. എന്താ ഇത്രയ്ക്കും പരമജ്ഞാന അമൃതം അദ്ദേഹത്തിന് ഉള്ളോട്ട് ഇഴിഞ്ഞിറങ്ങിയില്ല. ആനന്ദം ഉണ്ടായില്ല. അപ്പോഴങ്ങനെ വിഷമിച്ച് എന്താ മാർഗമെന്ന് അങ്ങനെയാണ് പിന്നെ ഈ ഭാഗവതം നിർമ്മിച്ചത്.
കല്ലോലിനി രമണ കല്യാകൃതി രുചിര പുല്ലാരവിന്ദ രുചിപാദം ജയിക്കതവ എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിക ചൊല്ലാർന്ന അനന്തകഥ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അത് സമുദ്രത്തെ പോലെ നീല നിറവാണ്ടവനെ ഭഗവാനെ വിളിക്കുക. മനോഹരമായി വിടർന്ന താമരപ്പൂവിന് തുല്യമായ അങ്ങയുടെ പാദം വിജയിക്കട്ടെ. ഭഗവാനോട് പരമാത്മാവായ ശ്രീകൃഷ്ണൻ്റെ താമര പോലെ ഇരിക്കുന്ന പാദം ഭഗവാൻ വിജയിക്കട്ടെ. അവസാനമില്ലാത്തതായ അങ്ങയുടെ അവതാര കഥകളെല്ലാം പറയാൻ ആർക്കും കഴിയത്തില്ല, ആരാലും സാധ്യമല്ല. ഭഗവാൻ അത്രത്തോളം ആരാലും അറിയാൻ പറ്റാത്ത വണ്ണമുള്ള ഭഗവാന്റെ കഥകളൊന്നും തിരിച്ചറിയാൻ ആർക്കും സാധ്യമല്ല. കാരണം അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്തോ നിർമ്മല പവിത്രൻ നിഷ്കളങ്കമായ ഭക്തിയെപ്പറ്റി പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിലും പറയുന്ന ആളിനും അതിൻ്റേതായ ഒരു വേണം, അറിവ് വേണം. അതുപോലെ ഭഗവാനെ തിരിച്ചറിയണമെങ്കിൽ അതുപോലെ വേറൊരു ഭഗവാൻ വേണം. അതുകൊണ്ട് നമുക്ക് മനുഷ്യർക്ക് ആർക്കും ഭഗവാനെ വർണ്ണിക്കാൻ പറ്റില്ല. ഭഗവാന്റെ അവതാര കഥകളുടെ ലക്ഷ്യം ഇതൊന്നും തന്നെ ആർക്കും പറഞ്ഞു തീർക്കാനോ അറിയാനോ കഴിയത്തില്ല. അതിന് കഴിയുന്നത് ആർക്കാ? ഭഗവാനെ പോലൊരു ഭഗവാൻ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഭഗവാനെ വർണ്ണിക്കാൻ ആർക്കും സാധ്യമുണ്ടോ? ഇല്ല. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപത ചേരും മുകുന്ദപദം തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിയ മാലോകരേ ജപത നാരായണായ നമ. ഈ നാരായണായ നമ എന്ന മന്ത്രം ആര് ജപിച്ചാലും അവർ ഭഗവത് പാദങ്ങളോട് ചേരും. മറ്റൊന്നുകൊണ്ടും നശിക്കാത്തതായ സംസാര വിഷം, ഇത് ഈ ലോകത്തിലെ സംസാരത്തിന് വിഷം എന്ന് പറയുന്നത് അത്ര ദുരിതമാണ്. സർപ്പം കടിക്കുന്ന വിഷം, അത് ഈ പരീക്ഷത്തിനെ സർപ്പം തീണ്ടുന്നത് അതിനേക്കാൾ ഉപരിയാണ് ഈ ദുഃഖ ദുരിതങ്ങൾ. നമുക്ക് അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത എന്തെല്ലാം വേദനകളാണ് മനുഷ്യർക്ക് വരുന്നത്. ഒന്നുകൊണ്ടും എന്തും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ദുഃഖങ്ങളാണ്. അങ്ങനെയുള്ള സംസാരം അതിനെ വിഷമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ ഈ നാമം മന്ത്രം നാരായണ നമ എന്ന മന്ത്രം ആര് ജപിച്ചാലും ഇന്നാരെന്നൊന്നുമില്ല, ആര് ജപിച്ചാലും അവർ ഭഗവത്പാദങ്ങളോട് ചേരും. മറ്റൊന്നുകൊണ്ട് നശിക്കാത്ത എന്തെല്ലാം ചെയ്താലും എന്തൊക്കെ യാഗങ്ങളോ ഒക്കെ ചെയ്താലും നശിക്കാത്ത ഈ സംസാര വിഷം അതോടെ അവസാനിക്കും. നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പം അതെന്താ? ഈ സംസാര വിഷം നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്ക് അത് തീണ്ടില്ല. നമുക്കതോട്ട് അതിനെ ത്യജിക്കും, അതിലോട്ട് ചേരത്തില്ല. എന്താ? ഭഗവത് നാമങ്ങളാണ് എപ്പോഴും നമ്മുടെ ചിന്തയിൽ വരും. ഈശ്വരനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഭഗവാന്റെ കഥകളാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ പിന്നെ ഈ ലോകത്തിലേക്കുള്ള ഒന്നും തന്നെ നമ്മുടെ ഉള്ളത്തിലോട്ട് കയറത്തില്ല, അത് വേണ്ടാന്ന് വയ്ക്കും. ഇതൊന്നും വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കണ്ട, കാണാൻ വയ്യാത്തത് കാണണ്ട. എന്താ കാരണം? അതിനേക്കാൾ ഉപരി ആനന്ദം നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഭഗവാന്റെ കഥകൾ നമ്മളെ ഉള്ളത്തിലുണ്ട്. അത് ആനന്ദ നിർവൃതി അടയാം. പിന്നെ നമ്മൾ മറ്റ് വേണ്ടാത്തതിന് ഇപ്പോൾ അമൃതം ഉണ്ടിട്ട് അമേധ്യത്തിന് വേണ്ടി പോകുമോ? അല്ലെങ്കിൽ നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണ് കഴിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത ചില ആഹാരങ്ങൾ കണ്ട് നമ്മൾ കഴിക്കാനോ എടുക്കാനോ ഒന്നും കഴിക്കാൻ പോകത്തില്ല. അത്രയ്ക്ക് ആനന്ദകരമായുള്ള ആഹാരം രുചിയായിട്ട് കഴിച്ചിട്ട് വേറെ കൊള്ളരാത്ത ഇതിന് നമ്മൾ പോകത്തില്ല. എന്താ കാരണം? അത് ഓർക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്താ? നല്ല രുചിയല്ലേ ഉള്ളിലിരിക്കുന്നത്, അതുപോലെയാണ് ഇതും. അതുകൊണ്ട് മറ്റൊന്നും കൊണ്ട് നശിക്കാത്ത സംസാര വിഷം അതോടെ അവസാനിക്കും. മഹാലോകരെ, അതായത് നമ്മളെപ്പോലെ എല്ലാവരോടും പറയാം, മഹാലോകരെ നിങ്ങൾ നാരായണ മന്ത്രം ജപിക്കുവിൻ. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? ഇതൊക്കെ നമുക്ക് വേണ്ടുന്നതല്ലേ? ഇത് വെറുതെ ഭാഗവതം ഇങ്ങനെ ലോകമൊത്തം നിർമ്മിച്ചിട്ടിട്ടുണ്ട്. ആരും എല്ലാവരുടെയും വീടുകളിൽ ഇരിപ്പുണ്ട്, പലരുടെയും വീടുകളിൽ ഒരു പുരാണം ഇരിപ്പുണ്ട്. പക്ഷെ അത് എന്താണെന്നോ ഏതാണെന്നോ ഒരു വരി പോലും വായിക്കുകയോ എടുക്കുകയോ തുറന്ന് നോക്കുക പോലും ചെയ്യത്തില്ല. എന്തിനാണ് അതൊക്കെ? നമുക്കിതൊക്കെ ഇനി കിട്ടുന്നൊരു കാര്യമാണോ? മരിച്ചു പോയാൽ പിന്നെ എന്താ അതിനുള്ള വിശേഷം? പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മനസ്സിലാക്കി എടുക്കണ്ടായോ? നമുക്ക് വേണ്ടിയല്ലയോ മഹാത്മാക്കൾ ഇതൊക്കെ ചെയ്തു വെച്ചൊക്കെ നമുക്കുള്ള വിഷമം, ഈ വിഷം മാറാൻ. നമുക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ശാന്തി സമാധാനത്തിലേക്ക് പോകണമെങ്കിൽ ഭഗവത് നാമങ്ങൾ എപ്പോഴും ഉരിയാടിക്കൊണ്ടിരുന്ന് ഭഗവാനെ ശ്രദ്ധിച്ചും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനുള്ള ചിന്തയും വരുമ്പോൾ നമുക്ക് എപ്പോഴും പിന്നെ ഈ ദുഃഖത്തിലേക്ക് വഴി തെളിച്ച് വിടത്തില്ല. ഈശ്വരൻ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഭഗവാൻ അങ്ങനെ ഒരു ഭക്തനെ വഴി നടത്തുന്നത് അത്ര ആനന്ദമാണ്.
എൻ്റെ അനുഭവം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്കത് അനുഭവമാണ്. നമുക്കിനി വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ ജരാസന്ധ യുദ്ധത്തിൻ്റെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഭഗവാനും ചൈദ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ചേതി രാജ്യത്തിലെ രാജാവാണ്, ശിശുപാലനാണെന്നാണ് തോന്നുന്നത്. ചേതീശൻ, അതായത് പിന്നെ രുക്മിണിയെ ശിശുപാലന് വിവാഹം കഴിക്കാമെന്ന് ആ സഹോദരൻ രുക്മി പറഞ്ഞു വെച്ചല്ലോ, ആ ചൈതന്യമായിരിക്കും. അതായത് അസ്ത്രങ്ങൾ അത് തടുത്ത് ഏറ്റവും ബലത്തോടും ഉത്തമൻ ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ മാനിച്ച് ചൈതന്യനോട് ചൊല്ലി, എന്താ, എടോ ചൈദ്യ, നീ ബലവാൻ തന്നെ, ഒരു സംശയവും ഇല്ല. എങ്കിലും നീ ദുർബുദ്ധേ, കാണൂ ധനുഷ്പ്രയോഗങ്ങളെ. ഈ യുദ്ധത്തിൽ എന്നുടെ ഭഗവാന്റെ ഈ പ്രയോഗം, ഈ എന്താ പറയുക, ഈ പ്രയോഗം വെച്ചാൽ ഭഗവാന്റെ യുദ്ധം, രണം, അമ്പ് മില്ലുമായിട്ട്, അത് നീ കാണു ദുർബുദ്ധി എന്നാണ് ഭഗവാൻ ഈ ചൈതന്യനോട് പറയുന്നത്. നമ്മളതിന്നലെ വായിച്ചതുകൊണ്ട് എടുത്ത് പറയുന്നുള്ളതേ ഉള്ളൂ. എന്ന് മാധവൻ ഭഗവാൻ അരുൾ ചെയ്തത് കേട്ടപ്പോൾ മന്നവന്മാരെല്ലാവരും എന്തോന്ന് ഈ ചൈതന്യനോട് ഭഗവാൻ ഇത് പറഞ്ഞപ്പോൾ ദുഷ്ടന്മാരായിരുന്ന എല്ലാ രാജാക്കന്മാരോട് എതിർത്തങ്ങ് അടുത്ത് ഭഗവാന്റെ അടുക്കലേക്ക് മൊത്തത്തിലേക്ക് വന്ന് ഈ ചൈതന്യനോട് ഇത് പറഞ്ഞപ്പോൾ അസുരന്മാരായ നൃപന്മാർ നന്നായി എപ്പോഴും ബാണങ്ങളാൽ ഘോരമായി രണം ചെയ്തു. മാധവൻ അവരുടെ പ്രത്യേകം അയ്യഞ്ചായി ബാണങ്ങൾ തന്നാൽ രഥസേനയെ പ്രയോഗിച്ചു. 3 ശരത്താലെ മർമ്മങ്ങൾ തന്നെ ലെയ്ത്. എന്നിട്ടോ വൻമത നൃപന്മാരെ ഏകമാം ശരം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അത് വലിയ അഹങ്കാരമുള്ള കേമന്മാരായ ദുഷ്ടന്മാരായ നൃപന്മാരെ ഏകമാം ശരം കൊണ്ട്, ഒരു ശരം കൊണ്ട് ഭഗവാൻ വക്ഷസി അവൻ്റെ മാറിൽ പ്രയോഗിച്ച്, എന്നിട്ട് മാധവൻ പിന്നെ നന്നായി തീഷ്ണമാ അസ്ത്രം ത്രിംശതോ ത്രിംശതം എന്ന് വെച്ചാൽ 30 തീഷ്ണമായിരുന്ന അസ്ത്രം കൊണ്ട് നൃപന്മാരിൽ അയച്ചു. ഛേദിച്ചത് 30 നൃപന്മാരെ. 30 കഠിനമായ അത്ര വൻമതമാർന്ന അഹങ്കാരപ്പെട്ട നൃപന്മാരെല്ലാം ഭഗവാൻ 30 പേരെ ത്രിംശതോ എന്ന് വെച്ചാൽ 30 ശരം കൊണ്ട് ഇവരെല്ലാം 30 നൃപന്മാരെയും ഛേദിച്ചങ്ങ് വിട്ടു. അവിടെ വരെ നമ്മൾ വായിച്ചത് നമ്മൾ കണ്ടു വായിക്കാം. അവിടെ വരെ ഒന്നുകൂടെ കേട്ടി വായിക്കാം. ചൊല്ലിനാനെടോ ചൈദ്യ, നീ ബലവാൻ എത്രയും ഇല്ല സംശയം, അതുകൊണ്ട് ദുർബുദ്ധെ കാണുക. നീ ബലവാനാണ്, ഭഗവാൻ പറഞ്ഞു. ചൈദ്യ, നീ നല്ല കേമനാണ്, നിനക്ക് ധൈര്യവും ബലമൊക്കെ ഉണ്ട്. എന്നാൽ നീ മനസ്സിലാക്കൂ, എനിക്കതിന് ഒരു സംശയം, നീ വലിയവനാണ്. എന്നാൽ ദുർബുദ്ധേ, നീ കാണുക, എന്നുടെ ധനുഷ് പ്രയോഗങ്ങളെ രണത്തിങ്കൽ, എൻ്റെ യുദ്ധത്തിൽ നീ എൻ്റെ ഞാൻ ധനുസ് വില്ല് അമ്പ ചെയ്യുന്ന നീ ഒന്ന് കണ്ടു മനസ്സിലാക്കൂ എന്നു മാധവൻ അരുൾ ചെയ്ത്. അത് കേട്ട നേരം മന്നവന്മാരെല്ലാവരും എതിർത്തങ്ങടുത്തിതു. എല്ലാ ദുഷ്ടന്മാരായ രാജാക്കന്മാരെല്ലാം ഭഗവാൻ അടുക്കലേക്ക് തകർത്ത് വന്നു. നന്നായി ബാണങ്ങളാൽ ഘോരമായി രണം ചെയ്തു. ഭഗവാൻ നന്നായിട്ട് തന്നെ ഘോരമായിട്ട് യുദ്ധം ചെയ്തു. മാധവൻ അവരെന്ത് ചെയ്തു? പ്രത്യേകം അയ്യഞ്ചായി ബാണങ്ങൾ തന്നാൽ രഥസേനയെ പ്രയോഗിച്ചു. 3 ശരത്താലെ മർമ്മങ്ങൾ തന്നെ ലെയ്തു. ഭഗവാൻ ഇങ്ങനെയെല്ലാം അവരെ നിഷ്പ്രയാസം മർമ്മത്തെ തന്നെ എല്ലാം ചെയ്ത് വന്മത അത്രമാത്രം അഹങ്കാരികളായ നൃപന്മാരെ ഏകമാം ശരം കൊണ്ട് വക്ഷസി നെഞ്ചിൽ പ്രയോഗിച്ചു. മാധവൻ പിന്നെ നന്നായി തീഷ്ണമാ അസ്ത്രം, കടുത്ത തീഷ്ണമാകുന്ന അസ്ത്രം, ത്രിംശതം എന്ന് പറഞ്ഞാൽ 30, ത്രിംശതോ ഓരോരോ, ത്രിംശത് ഓരോരോ, അപ്പം 30 ഓരോരോ നൃപന്മാരിൽ എന്നാണ് വായിക്കേണ്ടത്. ഇവിടെ 30 പേരുണ്ടെങ്കിൽ ത്രിംശത് എന്നുള്ള ആ അസ്ത്രം ഓരോരോ നൃപന്മാരിൽ അയച്ചു. 30 പേരുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ദേഹത്തും അങ്ങോട്ട് അയച്ചിട്ട് ഛേദിച്ചത് 30 നൃപന്മാരെ, 30 പേരെയും ഭഗവാൻ ഛേദിച്ച് കളഞ്ഞു. ആയതുകൊണ്ട് ചൈദ്യഭൂപനും മുകുന്ദൻ്റെ നേരെ വന്നെടുത്തപ്പോൾ, ഭൂപൻ വെച്ചാൽ ചേതി രാജാവ്, ഭൂപൻ രാജാവ് എന്നർത്ഥം. അപ്പം ചേതീശൻ്റെ ശിശുപാലനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചൈദ്യൻ എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു അസുരനാ, ഒരു രാജാവാ.
ശത്രുവാണ്, എന്താ രിപുവാണ്, ഭഗവാന്റെ ശത്രുവാണ്, ആരോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അതുകൊണ്ട് ചൈത്യഭൂപനും മുകുന്ദൻ്റെ കൃഷ്ണൻ്റെ നേരെ വന്നടുത്തപ്പോൾ ധനുസ്സും ഖണ്ഡിച്ചിട്ട് പാരാതെ 3 ശരം കൊണ്ടവൻ തേർക്കൊടിയും കുടയും ഛേദിച്ചിട്ട് മാധവൻ 10 ശരം ഉടനെ ചൈത്യാംഗത്തിൽ, ഈ ചൈത്യൻ്റെ അംഗത്തിൽ സമസ്തം അവൻ എന്ത് കൽപ്പിച്ചുറച്ചും കൊണ്ട് എന്ത് ചെയ്തു? അയച്ചത്. അതുനേരം അസ്ത്രങ്ങൾ അരികൾ അപ്പോൾ ഭഗവാൻ എങ്ങനെ സമസ്തം കൽപ്പിച്ചുറച്ചും കൊണ്ട് ഭഗവാൻ അവൻ്റെ ചൈത്യാംഗത്തിൽ, അവൻ്റെ അംഗത്തിലേക്ക് അയച്ചു. നേരെ അസ്ത്രങ്ങൾ അരികൾ തൻ കായത്തെ, ആ ശത്രുക്കളുടെ ശത്രു, ഇവിടെ ഒരു രീയൊക്കെ കിടപ്പുള്ള, നമ്മൾ അരികളെന്ന് വായിക്കണം. അസ്ത്രങ്ങൾ അരികൾ, അപ്പോൾ അവിടെ രീകൾ എന്നൊന്നും വായിക്കരുത്, ഇത് നന്നായി ശ്രദ്ധിച്ച് വേണം, ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പോലും അറിയില്ല. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഈ സമസ്തം ഭഗവാൻ ഒന്ന് കൽപ്പിച്ചുറച്ചുകൊണ്ട് ഒന്ന് ഉള്ളിൽ, മുമ്പ് ഭഗവാൻ എങ്ങനെ, ഞാൻ എന്തിനാ എൻ്റെ കർമ്മം ഒന്ന് ഉള്ളിൽ കണ്ടപ്പോഴേ പരബ്രഹ്മമാണ് ഭഗവാൻ എന്ന് കണ്ടു, ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനല്ലേ രാമനോട് പറഞ്ഞത്, രഹസ്യമായിട്ട് ഗൂഢമായി പറഞ്ഞത്, എൻ്റെ കർമ്മം ഇതൊക്കെയാണ്, നമുക്ക് നടത്താം. അങ്ങനെ സന്തോഷത്തിലാണ് ഇത്ര ചെയ്യുന്നത്. അതുപോലെ ഭഗവാൻ എന്ത് ചെയ്ത് കൽപ്പിച്ച് മനസ്സുകൊണ്ടെന്ന് ഉറച്ച് ഇവന് അസ്ത്രം ചെന്നങ്ങ് നന്നായി കൊള്ളണമെന്ന് അങ്ങനെ കൽപ്പിച്ചും കൊണ്ട് അയച്ചത്. അതുനേരം അസ്ത്രങ്ങൾ അരികൾ തൻ കായത്തെ, അവരുടെ ദേഹത്തെ ദഹിപ്പതിന് ഉജ്ജ്വലിച്ചടുക്കുന്നു. എന്താണ് ഭഗവാന്റെ ഈ സുദർശന ചക്രമൊക്കെ എന്താ കാരണം? നന്നായി ഉറപ്പിച്ച് തന്നെ ഭഗവാൻ മനസ്സിൽ കരുതി തന്നെ അങ്ങോട്ട് വിടുവാണ്. അപ്പോൾ അവിടെ ദേഹമെല്ലാം കായത്തെ ദഹിപ്പതിന് ഉജ്ജ്വലിച്ചുകൊണ്ട് അടുക്കാണ്. ദഹിക്കാൻ വെച്ചാൽ കത്തി എരിയാൻ. ചക്രവും അതുപോലെ ജ്വലിച്ച് തേജോമയം, ഭഗവാന്റെ ചക്രം, സുദർശന ചക്രം അതുപോലെ ജ്വലിച്ച് തേജോമയം വിക്രമമോട് ശുഷ്ക പത്രേഷു വന്നി പോലെ. എങ്ങനെയാ അത് അവരുടെ അടുക്കളയിൽ ചെല്ലുന്നത്? വിക്രമമോടാണ് ചെല്ലുന്നത്. എങ്ങനെയാ? ശുഷ്കം ഉണക്ക, പത്രം ഇല, വന്നി അഗ്നി തീയ്. അപ്പം ശുഷ്കം ഉണക്ക ഇലകൾ, കരിയിലകൾ എങ്ങനെയാണ് കത്തുന്നത്? ഉണക്ക ഇല എന്ന് വെച്ചാൽ നമ്മൾ പ്ലാവിൻ്റെ കരിയില, മാങ്കരിയില, ഇങ്ങനെ ഒരുപാട് കരിയിലകളുണ്ട്. ഈ ഉണങ്ങി നല്ല ചൂടത്ത് ഉണങ്ങിക്കിടക്കുന്ന കരിയില കാളി ഒരു കത്ത് കത്തുന്ന അറിയാമോ? ഒരു കാറ്റും കൂടെ വീശും. അപ്പം ശുഷ്ക പത്രേഷു വന്നി പോലെ രിപുവൃന്ദത്തെ ദഹിച്ചങ്ങനെ നടക്കുന്നു ഭഗവാന്റെ ചക്രം. ഇവരെല്ലാവരും കത്തി ചാമ്പലാക്കിക്കൊണ്ട് നടക്കുക. അവിടെ എവിടെയൊക്കെ അവർ നിൽക്കുന്നു അങ്ങനെ കറങ്ങുക, സഞ്ചരിക്കുക ഭഗവാന്റെ സുദർശന ചക്രം. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് ഭഗവാന്റെ ആയുധം എന്താ? മോശമാണോ? എത്ര ഭഗവാൻ ഏകൻ ഒരുത്തൻ പോരെ? ഈ ഭഗവാന്റെ ആയുധം വല്ലാത്തൊരു ആയുധമല്ലേ മൊത്തവും. അതായത് ദുർവാസാവിൻ്റെ അടുക്കലേക്ക് അംബരീഷൻ്റെ നെറ്റിന്ന് ഭഗവാന്റെ ചക്രം പോയി ഓടിയാൽ അവിടെ ചെന്ന് എല്ലടോം പോയിട്ട് രക്ഷ കിട്ടാഞ്ഞ് അവസാനം അംബരീഷൻ്റെ അടുക്ക തന്നെ കാൽക്കൽ വന്ന് നമസ്കരിച്ച്. അത്ര വീരസ്യമുള്ള ചക്രമാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ തേജസ്സാകുന്ന ചക്രം നമുക്കും ഉണ്ടാകും. എന്താ തേജസ്? അഗ്നി പോലെ ജ്വലിക്കുന്ന ആ ഭഗവാന്റെ കൃപ. നമ്മളും പരമാത്മാവിനെ പ്രാർത്ഥിക്കുമ്പം ആ തേജോമയമായിരിക്കുന്ന ഒരു ചൈതന്യം നമുക്കും ഉണ്ടാകും. എന്തിനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കും കിട്ടും. ഇത് ഭഗവാന്റെ ആ ചക്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭഗവാനെ ധ്യാനിച്ചാൽ ഭഗവാന്റെ ആ അംബരീഷനെ കൊടുത്തെങ്കിൽ നമുക്കും ഭക്തിയുണ്ടെങ്കിൽ നമുക്കും കിട്ടത്തില്ലേ? അപ്പം നമുക്കും അതുപോലെ എടുക്കണം. ഭഗവാന്റെ ചക്രം നമുക്കും വേണം. നമുക്കും അവകാശമുള്ളതാണ്, നമുക്കും അതിന് അവകാശിയാണ്. നമ്മൾ അവിടുത്തെ മക്കളാണ്, ദൈവ പൈതലായാൽ മതി. അപ്പോൾ നമുക്കും എന്തിനും നേരിടാനുള്ള ഒരു കരുത്ത്, അതാണ് ആ ചക്രത്തിൻ്റെ ഗുണം. ഇവിടെ എല്ലാം നടന്ന് ചക്രം അതുപോലെ ജ്വലിച്ച് തേജോമയം വിക്രമമോട് ശുഷ്കപത്രേഷു വന്നി പോലെ, കരിയില കത്തുന്നത് പോലെ ഉണക്ക കരിയില രിപുവൃന്ദത്തെ ദഹിച്ചങ്ങനെ നടക്കുന്നു. എല്ലാ ദുഷ്ടന്മാരെയും രിപുവൃന്ദ ഒരുപാട് വൃന്ദം, കൂട്ടം, ശത്രുക്കളുടെ കൂട്ടം എത്ര ഉണ്ടോ അവരെല്ലാം ദഹിച്ച് നടക്കുന്നു ഈ തേജസ്സാകുന്ന ഭഗവാന്റെ ഈ സുദർശന ചക്രം. രിപുക്കൾ തൻ്റെ കണ്ഠേ, അപ്പോൾ ദുഷ്ടന്മാരായ ശത്രുവിൻ്റെ കണ്ഠം, കഴുത്ത്, കരികൾ തൻ്റെ കണ്ഠേ, ആനയുടെ കഴുത്ത്, സേനകൾ തമ്മി, അപ്പോൾ സേനകൾ, രഥം എന്നിവ എല്ലാറ്റെയും, രഥവും ആനയും ഈ നൃപന്മാരും സേനകളും എല്ലാം കത്തി വെട്ടി കരിച്ചുകൊണ്ട് പോകുക ഈ ചക്രം. ദീനമെന്നിയെ ബന്ധിച്ചകത്തും പുറത്തുമായി ഒരു വിഷമവും കൂടാതെ, ദീനം എന്നിയെ ഇല്ലാതെ, ഈ സുദർശന ചക്രത്തിന് ഒരു വിഷമവും ഇല്ലാതെ ബന്ധിച്ച് അകത്തും പുറത്തും അവരുടെ എന്തെല്ലാം ഉണ്ടോ, ആനയായാലും അതിൻ്റെ അകത്തും പുറത്തും ഈ ദുഷ്ടന്മാരുടെ അകവും പുറവും എല്ലാം കത്തി എരിയുക. എരിഞ്ഞ് പുറത്തുമായി ഭേദമെന്നിയെ സൂര്യ ജ്യോതിസായി വിളങ്ങിയിട്ട് ഒരു അവിടെ ഇന്നാരൊന്നുമില്ല.
തുല്യമാണ്. അവിടെ രഥമാണ് ആയാലും കുതിരയായാലും ആനയായാലും ദുഷ്ടന്മാരായാലും എല്ലാം ഒരു വിഷമവും കൂടാതെ ഒരു ഭേദവും ഇല്ലാതെ ഇന്നാരിന്നാരെ മാറ്റി നിർത്തുന്നൊന്നുമില്ല. സർവ്വത്തിനെയും കത്തി എരിപ്പിച്ചുകൊണ്ട് സൂര്യജ്യോതിസായി വിളങ്ങിയിട്ട് താനേ സഞ്ചരിക്കുന്നു മാധവ സുദർശനം. ഭഗവാൻ കൂടൊന്നും പോകണ്ട, അതങ്ങ് വിട്ടാൽ മതി. ദുർവാസാവിനെ എങ്ങനെയായിരുന്നു ആ അംബരീഷൻ്റെ നെറ്റിന്ന് പോയി അത് അയാൾ എങ്ങോട്ട് ഓടുന്ന കൂടെ അങ്ങ് ചെല്ലുന്നു. ഭഗവാന്റെ ചക്രം അങ്ങനെയാണ്, അങ്ങ് താനേ സഞ്ചരിക്കുന്നു മാധവ സുദർശനം. ഭഗവാന്റെ സുദർശനം എങ്ങനെയെന്ന് വെച്ചാൽ കൽപ്പാന്തകാലേ മേഘവർഷവൽ മുകുന്ദനും. കൽപ്പാന്തകാലം എന്താണ്? പ്രളയ അവസാനം, ഈ ലോകം അവസാനിക്കും. മേഘങ്ങൾ എങ്ങനെ വർഷിക്കുന്നത്? കൽപ്പാന്തം പ്രളയം ഉണ്ടെങ്കിൽ അത്രത്തോളം മേഘങ്ങൾ വർഷിക്കണ്ടേ, മഴ പെയ്യണ്ടേ? അതുപോലെ അല്ലെങ്കിൽ ശില്പമാം അസ്ത്രങ്ങളാൽ ഘോരമായി വർഷിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഭഗവാന്റെ അസ്ത്രം. അതായത് കൽപ്പാന്ത കാലത്തിൽ മേഘങ്ങൾ മഴ എങ്ങനെ പെയ്യ്ക്കുന്നു? പ്രളയം വേണമെങ്കിൽ അത്രത്തോളം നിൽക്കപ്പറ്റാത്ത മഴയാവും. അതുപോലെ ഭഗവാൻ മുകുന്ദൻ്റെ ശില്പമാ അസ്ത്രങ്ങളാൽ ഘോരമായി വർഷിക്കുന്ന മഴ. എങ്ങനെ ഈ അസ്ത്രങ്ങൾ മഴ പോലെ വർഷിക്കുന്നു? എങ്ങനെയെന്ന് വെച്ചാൽ കൽപ്പാന്ത കാലത്തിൽ മേഘങ്ങൾ എങ്ങനെയാണ് മഴ പെയ്യിക്കുന്നത് അതുപോലെ. അപ്പം മനസ്സിലാക്കണം, അത്രയ്ക്ക് തകർക്കുവാണെന്ന് ഭഗവാന്റെ അസ്ത്രം. എന്നിട്ട് കൽപ്പാന്തേ മേഘനാദം പോലെ. മേഘനാദം എന്താണ്? കൽപ്പാന്തത്തിൽ ഈ മഴ മാത്രമല്ല, ഭയങ്കര ഇടിയാണ്, മേഘനാദമുണ്ട്, ഭയങ്കര തകർത്ത്. നമുക്കറിയില്ലേ, ചില മാസങ്ങളിൽ മഴ പെയ്യുമ്പം എത്രയോ പേരാണ് ആ ഇടിയിലൊക്കെ മരിക്കുകയൊക്കെ ചെയ്യുന്നത്, മേഘനാദം വരുന്നത്. അപ്പം കൽപ്പാവസാനത്തിൽ ഇത്രയും വലിയ ഭയങ്കര മഴയാണെങ്കിൽ ഇന്നൊന്നും നമുക്ക് കാണുന്ന ഇടിയല്ല അന്നേരം. അത്രത്തോളം മേഘങ്ങളിലൂടെ ഉരുമി തട്ടി തകർത്ത് പഴപട ഭയങ്കര നാദം പോലെയാണ്. അങ്ങനെയാണ് മാധവൻ ധനുസ് തെളിയുന്നില്ല അല്ല ഇത് മാധവ ധനുസ് ഉൽപ്പന്ന ജാനാദമാം ഇടിതൻ ധ്വനികൾ. ഞാണൊലി, ഭഗവാന്റെ വില്ലിൻ്റെ ഞാണെന്ന് പറയാം, ആ ഞാണിൻ്റെ സൗണ്ട്, ഒലി സൗണ്ട്. അത് അത്രമാത്രം മേഘനാദം പോലെയാണ് ഭഗവാന്റെ ധനുസ്. ഈ വില്ല് ജാനാദമാം ഇടിതൻ ധ്വനികളും അതുപോലെയാണ് ധ്വനി ഈ ഭഗവാന്റെ ഞാണൊലി, ഞാണിൻ്റെ ശബ്ദം. പിന്നെ കൽപ്പാന്ത പവനനാൽ വൃക്ഷപത്രങ്ങൾ പോലെ. എന്താ വൃക്ഷപത്രം? വൃക്ഷം പത്രം ഇല. അപ്പം കൽപ്പാന്ത പവനൻ ആ സമയത്ത് ഈ ഇടിയും മഴയും ഒന്നും മാത്രമല്ല, ഭയങ്കര കാറ്റാണ്. നമുക്കിപ്പോൾ അറിഞ്ഞൂടെ എന്തെല്ലാം രീതിയിലാണ് കാറ്റിന് പേരിട്ടേക്കുന്നത്, ചുഴലിയെന്നോ. അപ്പം കൽപ്പാന്തം വെച്ചാൽ അവസാന നിമിഷത്തിൽ മഴ എങ്ങനെ പെയ്യുന്നു, എങ്ങനെ ഇടി വരുന്നു, അപ്പോൾ എങ്ങനെയാണ് കാറ്റ് വീശുന്നത്, അതുപോലെയാണ് കൽപ്പാന്ത പവനൻ കാറ്റിനാൽ വൃക്ഷപത്രങ്ങൾ പോലെ. വൃക്ഷങ്ങളെല്ലാം അടിപോലെ തകർത്ത് ഇലയെല്ലാം പൊഴിഞ്ഞ് വൃക്ഷങ്ങളെല്ലാം കടപുഴുകി വീണ് അങ്ങനെയാണ് കുപ്രഭുജനങ്ങളാം അരിവൃന്ദങ്ങളെല്ലാം ഈ ദുഷ്ടന്മാരെ. കുപ്രഭു വെച്ചാണ് കുപ്രസിദ്ധി എന്ന് കേട്ടിട്ടില്ലേ? ചില നല്ല നല്ല മനുഷ്യർക്ക് നല്ല കീർത്തി കിട്ടും. സുപ്രഭ എന്ന് വെച്ചാൽ എനിക്കെൻ്റെ ആ വാക്ക് മനസ്സിൽ നിന്ന് വരുന്നില്ല. നന്മ കൊണ്ട് കീർത്തി കേൾക്കും, നന്മയുള്ളത്. ഭഗവാനൊക്കെ നല്ല കീർത്തി. പക്ഷേ ഇവിടെ കുപ്രഭു കുപ്രസിദ്ധന്മാരെന്ന് വെച്ചാൽ കള്ളന്മാർക്ക് നിങ്ങൾക്ക് കുപ്രസിദ്ധി കിട്ടും. എന്താ കക്കുന്നതിന്. അതുപോലെ ഈ ദുഷ്ടരാജാക്കന്മാരാണ്, അതിനാണ് കുപ്രഭു ജനങ്ങളാം അരിവൃന്ദങ്ങളല്ല. ഈ രാജാക്കന്മാരുടെ കൂട്ടത്തോടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ കൽപ്പാന്ത പവനനാൽ വൃക്ഷപത്രങ്ങൾ പോലെയും ഞാണൊലി പോലെയും മേഘനാദം പോലെയും പിന്നെയോ എന്താ പറയുക, ഈ മേഘങ്ങൾ വർഷിക്കുന്ന പോലെ. കൽപ്പാന്തത്തിൽ എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമാണെന്നതിൻ്റെ അർത്ഥം. നമ്മൾ ആണ്ടോറും കാണുന്ന വകുപ്പല്ല. കാറ്റായാലും മഴയായാലും ഇടിയായാലും എല്ലാം അതുപോലെയാണ് ഭഗവാനുടെ ഇവരുടെ മുമ്പിൽ ഈ അസ്ത്രം ചെയ്യുന്നത്. അതുപോലെയാണ് ഞാണൊലിയുടെ നാദവും എല്ലാം അതുപോലെയാണ്. കൽപ്പാന്ത പവനനാൽ വൃക്ഷപത്രങ്ങൾ പോലെ കുപ്രഭുജനങ്ങൾ അരിവൃന്ദങ്ങളെല്ലാം കൽപ്പാന്തകാലെ. എന്നിട്ട് എന്തോ ഗിരിമുകളിൽ നിന്ന് വെള്ളം എപ്രകാരത്തിൽ വരും അതുപോലെ ശത്രുക്കൾ തൻ മേനിയിൽ നിന്ന് എന്ത് വരുന്നു? രക്തവാരിയും പരക്കുന്നു. അപ്പോൾ ഈ കൽപ്പാന്തകാലെ ഗിരിമുകളിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് ചാടുന്നത്? ഇത്രയും പേമാരി നിൽക്കപ്പറ്റില്ലാത്ത മഴ അങ്ങ് തുടങ്ങിയാലല്ലേ നമുക്ക് ഈ ലോകം മൊത്തം പ്രളയമാവത്തുള്ളൂ, വെള്ളം കൊണ്ട് മുങ്ങും. അപ്പം പർവ്വതത്തിന് മുകളിൽ നിന്ന് എങ്ങനെ വെള്ളം ഒഴുകുന്നത്? അവസാന നിമിഷത്തിലെ മഴ
അപ്പോൾ ഇപ്പം തന്നെ ഒരു വലിയൊരു മഴ 5-6 നിന്നാൽ എന്ത് പറയുക, ഈ ഉരുൾ പൊട്ടുന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കണക്കാണോ അവസാന പ്രളയത്തിൽ വലിയ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാണ്, അത് ഗിരി മുകളിൽ നിന്ന് വെള്ളം എപ്രകാരത്തിൽ വരും, ഒഴുകി വരും. അതുപോലെ എന്ത് വന്നു, ശത്രുക്കൾ തൻ മേനിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, ഈ ദുഷ്ടന്മാരായ ശത്രുക്കളുടെ ശരീരത്തിൽ നിന്ന് രക്തവാരിയും വാരി വെള്ളം പോലെ രക്തം പരക്കുന്നു. അപ്പോൾ സമുദ്രം പോലെ അങ്ങ് രക്തം കൊണ്ടങ്ങ് സമുദ്രമാവുന്നു. എവിടുന്ന, കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം എങ്ങനെ മഴ പെയ്യുമ്പം, കൽപ്പാന്ത കാലത്തിൽ മഴ പെയ്ത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം ഒലിക്കുന്നത്, അതുപോലെ ഇവരുടെ ശരീരമാകുന്ന പർവ്വതത്തിൽ ഗിരി, ഈ ദുഷ്ടനായിരിക്കുന്ന ശത്രുക്കളായിരിക്കുന്ന ഈ രാജാക്കന്മാരുടെ ശരീരത്തിൽ നിന്ന് രക്തം പോലെ അങ്ങ് വെള്ളം എങ്ങനെ പരക്കുന്നു. അതുപോലെ എന്ന് വെച്ചാൽ പേമാരി വരുന്ന കൽപ്പാത്തിൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെയാണ്. അത്രമാത്രം യുദ്ധം കൊണ്ട് ഇവിടെ ദേഹമെല്ലാം മുറിഞ്ഞ് അമ്പെയ്ത് രക്തം ഒഴുകുന്നതാണ് ഇവിടെ പറയുന്നത്. ഘോരമായ രണം നേരിട്ട് ഇങ്ങനെ മുറുകുന്നു. എന്താ കാരണം, എല്ലാ ദുഷ്ടന്മാരുടെയും ദേഹത്തു നിന്ന് രക്തം ഒലിച്ചൊലിച്ച് നദി സമുദ്രം പോലെ ആകുന്നു. സമുദ്രത്തിൽ ജലം, പക്ഷെ ഇവിടെ രക്തം കൊണ്ട് ഇതാവുന്നു, സമുദ്രമാകുന്നു. മേനിയിൽ ശരീരത്തിൽ നിന്ന് രക്തവാരിയും പരക്കുന്നു, രക്തം വെള്ളം പോലെ. ഘോരമായ രണം നേരിട്ട് ഇങ്ങനെ മുറുകുന്നു. സീമയില്ലാതെ രിപുവൃന്ദങ്ങൾ മരിക്കുന്നു, കണക്കില്ലാതെ രിപുവൃന്ദങ്ങൾ, ശത്രുക്കളെല്ലാം മരിച്ചു വീഴുന്നു. അത്രയ്ക്ക് ഘോരമായ, ഭഗവാൻ അത്രമാത്രം സുദർശനചക്രം കൊണ്ട് നന്നായി തകർക്കുവാണ് ഭഗവാൻ. സീമയില്ലാതെ രിപുവൃന്ദങ്ങൾ മരിക്കുന്നു, സീമയില്ലാതെ ജനം നിന്നുടൻ എതിർക്കുന്നു, കണക്കില്ലാതെ ജനങ്ങൾ എതിർക്കുന്നു, മരിക്കുന്നു. വില്ലുകൾ, ശരങ്ങളും, വാളുകൾ, പരിഘങ്ങൾ, നല്ലൊരു ഗദകളും, വേലുകൾ, ചുരികകൾ, ചക്രങ്ങൾ, ശതഘ്നികൾ, കുന്തങ്ങൾ, മുസലങ്ങൾ, അതായത് പിന്നെ ഇതെല്ലാം ഓരോ ആയുധങ്ങളാണ്. മുസലങ്ങൾ, ഉലക്ക, കുന്തം, ശതഘ്നി, അതായത് നൂറ്റിക്കൊല്ലിയോ അങ്ങനെയുള്ളൊരു ഇത്. ചക്രങ്ങളും ചുരികകൾ, വേലുകളും ഗദകളും, ഇതെല്ലാം കൊണ്ടാണ് ഇവിടുത്തെ യുദ്ധം. മുഷ്കരമായ മറ്റ് ഓരോരോ ജാലം കൂട്ടം, ഒരുപാട് എന്തൊക്കെയാണോ, എത്ര മുഷ്കരമായ, അത്ര ഭയങ്കരമായിരിക്കുന്ന ഓരോരോ ആയുധങ്ങളും കൈക്കൊണ്ട് നരപതി സേനകൾ എതിർക്കയും ഉൾക്കുരുന്നെങ്കിൽ ഭീതി എന്നിയേ മരിക്കയും. ഇത് ഇവർ, അതായത് വെട്ടം, ഒരു ബൾബ് ഇപ്പം ബൾബാണല്ലോ. പണ്ടൊക്കെ നമ്മൾ വിളക്ക്, ഈ കറണ്ടില്ലാത്ത കാലങ്ങളിൽ നമുക്ക് നിലവിളക്കൊക്കെ കത്തിച്ച് എറായത്തൊക്കെ, അന്ന് എറായം, അന്ന് ഹാളൊന്നുമില്ല എൻ്റെയൊക്കെ കുട്ടിനാളി. അപ്പം അങ്ങനെ വരുമ്പം ഈ ചെതലുകളിലെല്ലാം ചിറക് വെച്ച് ഈയലുകൾ വരുമല്ലോ, എല്ലാം വന്ന് വിളക്കിന് മുമ്പ് വീണ് മരിക്കുക. അതുപോലെ ഇവരിങ്ങനെ തകർത്ത് വരുക. ദുഷ്ടന്മാരെല്ലാം ഭഗവാൻ അവിടെ വെട്ടമാണെന്ന് കണ്ടു, ആണ് ഭഗവാന്റെ തേജസ്സല്ലേ. യവന്മാരെല്ലാം ഭഗവാൻ അങ്ങോട്ട് പോകണില്ല, എല്ലാം ഇങ്ങോട്ട് വരിക. ഭഗവാൻ അടുക്കളയിൽ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം ചത്ത് വീഴുക, ഈയലുള്ള ചത്ത് വീഴുന്ന പോലെ ചത്ത് വീഴുക. അപ്പോൾ മുഷ്കരമായ മറ്റ് ഓരോരോ ജാലം കൈക്കൊണ്ട് നരപതി സേനകൾ എതിർക്കയും ഉൾക്കുരുന്നെങ്കിൽ ഭീതി എന്നിയെ മരിക്കയും. ഭീതി കൊണ്ടൊക്കെ അങ്ങ് മരിക്കുന്നു. ജീവിത ആശയെല്ലാം വിട്ട് പാഞ്ഞടുക്ക. എന്താണ് ജീവിത ആശ വിടുന്നത്? എന്തോ വരട്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഇല്ല ഈയലുകൾ വരുന്നത് പോലെ ഭഗവാൻ അടുക്കലേക്ക് വരിക. ഭഗവാൻ അങ്ങോട്ട് ചെന്നത് കംസനടുക്കലേക്കേ ഉള്ളൂ. കംസൻ അത് വരുത്തിയതാണ്. ഭഗവാൻ കൃഷ്ണനെയും എൻ്റെ മരുമക്കളല്ലയോ, അതായത് എൻ്റെ സഹോദരൻ്റെ മക്കളെ എനിക്ക് കാണാൻ കൊതിയുണ്ട്. പിന്നെ ഈ ധനുർയാഗം ആഘോഷം ഉത്സവമല്ലേ, അത് കുഞ്ഞുങ്ങളല്ലേ, അവർ കണ്ടോട്ടെ, എന്തിനാ വിളിച്ചു വരുത്തുന്നേ? പിന്നെ എന്താ, കുവലയാ പീഠത്തിന് ആനയെ കൊണ്ട് കൊല്ലിക്കാം, അല്ലെങ്കിൽ മല്ലന്മാരെ കൊണ്ട് കൊല്ലിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് വരുത്തി. ഭഗവാൻ അങ്ങനെ ചെന്നു. അല്ല, ഭഗവാൻ ആരെയും ബലാത്കാരമായിട്ട് ചെന്നില്ല. ഇവിടെ ഭഗവാന്റെ അടുക്കൽ ഇങ്ങോട്ടാണ് ജരാസന്ധൻ യുദ്ധത്തിന് വന്നത്, അല്ല ഭഗവാൻ അങ്ങോട്ട് പോയില്ല. ഇത് നമുക്ക് മനസ്സിലാക്കണം. ഈശ്വരൻ ഒരിക്കലും ആരുടെ അങ്ങോട്ട് പോയിട്ടില്ല. കംസൻ അങ്ങോട്ട് വിളിച്ച് വരുത്തി കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോയത്, വിളിച്ചതുകൊണ്ടാണ് പോയത്. അതുപോലെ ഇവരെല്ലാം ഭഗവാനെ യുദ്ധത്തിനായിട്ട് ഇങ്ങോട്ട് ഭഗവാൻ അടുക്കലേക്കാണ് വന്നത്. അപ്പം ജീവിത ആശയം വിട്ട് പാഞ്ഞു അടുക്കുക. അവരുടെ ജീവിതത്തിൻ്റെ ആശയൊക്കെ അങ്ങ് കളഞ്ഞ് അവർക്ക് യുദ്ധം ചെയ്ത് എങ്ങനെയെങ്കിലും ഭഗവാനെ കൊല്ലണമുള്ള ഒറ്റ ചിന്തയുള്ളൂ. ചാവുന്നതാരാണ്? ഈ ഈയലുകളാണ്, ഈ ദുഷ്ടന്മാരാണ്. അപ്പോൾ ജീവിത ആശയം വിട്ട് പാഞ്ഞു അടുക്കയും കേവലമൂർത്തി കൃഷ്ണൻ കൊന്നൊടുക്കയും. ഈ കൃഷ്ണൻ അടുക്കലായിട്ട് ഈയലുകളെല്ലാം വെട്ടം കണ്ടു വരുന്ന പോലെ ഭഗവാൻ വെട്ടമാണ്, വെളിച്ചമാണ്. ഈ വെളിച്ചത്തിന് മുമ്പിലേക്ക് ഈ ഈയാമ്പാറ്റകളെ പോലെ ഈ ദുഷ്ടന്മാരായവരെല്ലാം വന്ന് അടുക്കുന്ന ഭഗവാൻ എല്ലാത്തിനെയും കൊന്നൊടുക്കുന്ന. ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അറിയാമേത്ര പറയും ഭഗവാൻ അവതരിച്ച് എല്ലാവരും കൊന്നില്ലത്. ഇത് വായിച്ച് നോക്കിയാൽ എന്ത് തെറ്റാ ചെയ്തത്? ഭഗവാൻ അടങ്ങിയിരിക്കുന്ന ഭഗവാനെ അവർ ആരോട് പറഞ്ഞാൽ വന്ന് യുദ്ധം ചെയ്യണമെന്ന്?
അതുകൊണ്ട് കേവലമൂർത്തി കൃഷ്ണൻ കൊന്നൊടുക്കയും ഭീരുക്കളായുള്ളവർ പേടിച്ചു മാറുകയും ഭയം ഉള്ളവരൊക്കെ എന്ത് ചെയ്ത് പേടിച്ചു മാറിപ്പോവും. ചോരയും പല വഴി പുഴയായി ഒലിക്കയും, ഈ ചോരയോ ഇവരുടെ എല്ലാം വധിക്കുന്നതിന് ചോര പല വഴി കൂടെ പുഴ പോലെ ഒഴുകയാണ്, ഒലിക്കയും. നില്ലടാ നില്ലെന്നങ്ങ് ഉടൻ അടുക്കുമ്പോൾ, നിൽക്കടാ എന്ന് പറഞ്ഞാൽ അവർ വരുന്നത്. കൃഷ്ണനൊക്കെ നില്ലടാ നില്ലെന്ന് അങ്ങുടൻ അടുക്കുമ്പോൾ ചൊല്ലിക്കൊണ്ട് ഇത് ഭൂമോ വീണിട്ട് മരിക്കുക. ഇങ്ങനെ നില്ലടാന്ന് പറഞ്ഞ് വരികയും ചെയ്യും. ഭഗവാന്റെ അമ്പ് ഉടനെ പറഞ്ഞും കൊണ്ട് തന്നെ അങ്ങ് വീണ് മരിക്കുക. നില്ലടാ എന്ന് പറഞ്ഞാൽ ഡാ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ അസ്ത്രം ചെല്ലുക, അവർ അങ്ങ് വീണേക്കുക, മരിച്ചേക്കുക. ഭൂമിയിലേക്ക് വീണിട്ട് മരിക്കുകയും. നല്ലൊരു വീര സ്വർഗം പൂക്കുടൻ സുഖിക്കയും. നല്ലൊരു യുദ്ധ സമർത്ഥരായ ജനം നല്ലൊരു ഘടങ്ങളെ തച്ചുടയ്ക്കുന്ന പോലെ. അപ്പോൾ നല്ലൊരു ഗതായുദ്ധ സമർത്ഥരായ ജനം നല്ലൊരു ഘടങ്ങളെയാണ് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഘടം അതിനെ തച്ചുടയ്ക്കുന്നത് പോലെ കരികൾ രഥമിവ തച്ചുടൻ പൊടിക്കയും. അപ്പോൾ ആനകളും അതിൻ്റെ രഥവും ഒക്കെ തച്ച് പൊടിക്കുകയാണ്. ഈ ഘടങ്ങൾ അപ്പോൾ ഒരു മൺകലത്തിൽ നമ്മൾ ഒരു അടിയൊടിക്കുക ചടപടാന്ന് ചിന്നി ചെറിയ അങ്ങ് ഉടയുന്നത് പോലെയാണ് ഈ കരികളുടെ ആനകളുടെയും രഥവും എല്ലാം ഇവിടെ തച്ച് പൊടിക്കുന്നത്. അതാണ് ഇത്. തോനെ വായിക്കാൻ പറ്റിയില്ലല്ലോ, നമുക്ക് ഇത്രയും മതിയല്ലേ? ഇത്രയും മതി. നമുക്കിനി ബാക്കി നാളെ കുറച്ച് വായിച്ചാൽ മതി. എല്ലാവർക്കും സന്തോഷമാണോ എന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസ് ഇടുക. എല്ലാവരുടെയും അഭിപ്രായം അറിയട്ടെ. തോനെയും കമൻസൊന്നും എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റത്തില്ല, അപ്പോൾ സമയം ഒത്തിരി എടുക്കും. എന്നാലും കുഴപ്പമില്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഭഗവാനെ അർപ്പിക്കാം. ഭഗവാൻ ഇതൊക്കെ നമുക്കായിട്ട് തരുമല്ലേ. ഇതെല്ലാം ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് മക്കളെ, അല്ല എൻ്റെ കഴിവൊന്നും അല്ല. പരമാത്മാവ് അതിനായിട്ട്, കാരണം ഇന്ന് എന്നെ വിളിച്ച കൊച്ച് ഭയങ്കര നിലവിളിയായിരുന്നു. ഈ നിർമ്മല ഒടുക്കം കിട്ടിയ രമേശല്ല, നിർമ്മല പവിത്രൻ നിർമ്മല രമേശൻ വേറെ നിർമ്മല ഇന്നലെ കണ്ടു. ആ കുട്ടി ഇന്നെന്നെ വിളിച്ച് കരഞ്ഞു കരഞ്ഞ് എനിക്ക് എന്തൊക്കെയോ അങ്ങ് പറച്ചിലായിരുന്നു. അങ്ങനെ കിട്ടിയതാ അമ്മയെന്ന് എന്നെ. അപ്പോൾ എനിക്കും കരച്ചിൽ വന്ന്. അപ്പോൾ ഭഗവാൻ കരയുന്ന മുട്ടുവൻ തുറക്കപ്പെടുന്ന കുറച്ച് മക്കൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം ഇത് മലയാളത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേറെ അവർക്ക് കിട്ടുന്നില്ല, കാണുന്നില്ല. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല. ഇതല്ലേ എനിക്കുള്ളത് തന്നെ. ചില മക്കൾ ചിലരിങ്ങനെ ഒന്ന് ലിങ്ക് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആരും കൊടുക്കുന്നില്ല. എനിക്ക് അങ്ങനെ നേരിട്ട് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. എങ്ങനെ കൊടുക്കാനാ നമ്പരൊന്നും അറിയാതെ? അതുകൊണ്ട് ഒന്നും രക്ഷയില്ല. ഭഗവാൻ തന്നെ വിചാരിച്ചേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇങ്ങനെയുള്ളവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ ഇതുപോലുള്ള വേറെ മക്കളുടെ ഏതെങ്കിലും കിട്ടും. ഇന്ന തന്നെ വേണമെന്നില്ല. ഇപ്പം ഞാൻ ഇടുന്ന തന്നെ കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഭഗവാൻ അറിയാം, നന്മ എവിടെ ഉണ്ട് അത് കൊടുത്തോളും. ഈശ്വരൻ അറിയാം. ഭക്തന്മാർക്ക് ഒരിക്കലും മുട്ടിക്കത്തില്ല ഈശ്വരൻ. ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം, ഇതിനേക്കാൾ വെല്ലുന്ന നല്ല ആൾക്കാർ ഇടുന്നത് അവർക്ക് കിട്ടും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നന്നായാൽ മതി, ആരുടെ വായിച്ചാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ചാനൽ വളരെ ചിലർക്ക് വ്യൂസ് കൂടുതൽ കിട്ടണം, അതിനു വേണ്ടിയാണ് തർക്കങ്ങൾ. എല്ലാവരും എവിടെ നോക്കിയാലും മത്സരങ്ങളാണ്. നന്മ എല്ലാവർക്കും വേണം എന്ന് കരുതുന്ന ആണെങ്കിൽ തർക്കം ഉണ്ടാവത്തില്ല. എല്ലാവരും നന്നാവട്ടെ എന്ന് വേണം ഒരു ഭക്തന് ചിന്തിക്കാൻ. എൻ്റെ മക്കളെങ്കിലും അങ്ങനെ ചിന്തിക്കുക. ഞാൻ തരുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ മനസ്സ് നല്ല ശുദ്ധമായ നിർമ്മല പറഞ്ഞക്ക് ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? ഭഗവാനെ കിട്ടും. നമ്മുടെ ഹൃദയം ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനസ്സായിരിക്കട്ടെ. എന്താ കാരണം? ഭഗവാൻ അവിടെ നമ്മളെ ഭഗവാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഭഗവാന്റെ ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ നിഷ്കളങ്കമായ ഒരു ഹൃദയം. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ തയ്യാറാവണം. എന്തും നമുക്ക് എന്താ ഉള്ളത്? ദാനം, വിദ്യയാണോ, ആധ്യാത്മികമായ ദൈവിക ഇങ്ങനെയുള്ള വചനങ്ങളാണോ, ധനമാണോ, ആഹാരമാണോ, എന്തോ ആയിക്കൊള്ളട്ടെ, ഉള്ളതിൽ പങ്ക് നമുക്ക് കൊടുക്കാൻ ഒരു നല്ലൊരു മനസ്സുണ്ടാവുക. അത് കുശുമ്പ് കിന്നമ്മത്തകളുള്ളവർ ആർക്കും പങ്കിട്ട് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നതിന് എത്രയോ നല്ലതാണ്. അവരവർക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കത്തില്ലേ. ചിലർക്ക് കിട്ടാൻ കാത്തിരിക്കുന്നവർ കാണും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.